നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിലെ പ്രതികളെ പിടികൂടി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന വാക്ക് മോദി പാലിക്കും. കഴിഞ്ഞ ആഴ്ച തൃശൂരിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെയാണ് പ്രതികളെ പിടികൂടുകയും പിടിച്ചെടുത്ത പണം നിക്ഷേപകർക്ക് നൽകുമെന്നും മോദി പ്രഖ്യാപിച്ചത്. ഇതിന് പിന്നാലെയാണ് CPM തൃശൂർ ജില്ലാ സെക്രട്ടറി വർഗീസ്, മുൻ MP PK ബിജു എന്നിവർക്ക് ED നോട്ടീസ് നൽകിയത്. ചോദ്യം ചെയ്യലിന് ശേഷം ഇവരടക്കം 6 നേതാക്കളെ അറസ്റ്റ് ചെയ്യുമെന്നാണ് കിട്ടുന്ന വിവരം. മുൻ മന്ത്രിയും MLAയുമായ AC മൊയ്തീൻ, തൃശൂർ കോർപ്പറേഷൻ കൗൺസിലർ PK ഷാജൻ എന്നിവരും കൂട്ടത്തിലുണ്ട്. തട്ടിപ്പ് അന്വേഷിക്കാൻ പാർട്ടി നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ അംഗങ്ങളായിരുന്നു PK ബിജുവും PK ഷാജനും. ഇരുവരെയും ചോദ്യം ചെയ്യാൻ ED വിളിപ്പിച്ചതോടെ വേലി തന്നെ വിളവെടുത്തുന്ന അവസ്ഥയിലായി CPM. വായ്പാ തട്ടിപ്പ് നടത്തിയ സതീഷുമായി PK ബിജുവിന് ബന്ധമുണ്ടെന്ന് ED കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബിജുവും സംസ്ഥാന സമിതി അംഗം മൊയ്തീനും അറസ്റ്റിലായാൽ CPM എന്ത് ക്യാപ്സൂൾ ഇറക്കും? തൃശൂർ ജില്ലയിൽ CPM ഭരിക്കുന്ന 26 സഹകരണ ബാങ്കുകളിലെ ഓഡിറ്റ് റിപ്പോർട്ട് ഹാജരാക്കണമെന്ന് ED നിർദ്ദേശിച്ചിട്ട് ഇതുവരെ നൽകിയിട്ടില്ല. ഇതേ തുടർന്ന് കേരളത്തിലെ സഹകരണ ബാങ്കുകളുടെ ഇടപാടുകളെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് ED റിസർവ് ബാങ്കിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വലത് നേതാക്കൾ കള്ളപ്പണം വെളുപ്പിക്കുന്നത് സഹകരണ ബാങ്കുകളിലെ വ്യാജ അക്കൗണ്ടുകളിലൂടെയാണെന്നാണ് EDയുടെ വാദം. കരുവന്നൂരിലെ സാധാരണക്കാർ CPMനെ വിശ്വസിച്ച് നിക്ഷേപിച്ച പണമാണ് വ്യാജ വായ്പയിലൂടെ തട്ടിയെടുത്തത്. നിക്ഷേപകരിൽ 3 പേർ ആത്മഹത്യ ചെയ്തു. എന്നിട്ടും ബാക്കിയുള്ളവരുടെ പണം തിരികെ നൽകുന്നതിനോ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുന്നതിനോ CPM നേതൃത്വം നൽകുന്ന സർക്കാർ തയ്യാറായില്ല. ചില നേതാക്കളും മുഖ്യമന്ത്രിയുടെ മകളും അടക്കം അനധികൃതമായി പണം സമ്പാദിക്കുന്നതായി ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. വിദേശത്ത് പോയി കൂലിപ്പണിയെടുത്തും റിട്ടയർഡ് ആനുകൂല്യം കിട്ടിയതും മറ്റുമാണ് പലരും കരുവന്നൂർ ബാങ്കിൽ നിക്ഷേപിച്ചത്. അവരുടെ അധ്വാനത്തിനോ അവർ പാർട്ടിയെ വിശ്വസിച്ചതിനോ CPM യാതൊരു വിലയും കൽപ്പിച്ചില്ല. അതുകൊണ്ടാണ് ചികിത്സയ്ക്ക് പണമില്ലാതെ ഒരു നിക്ഷേപകൻ ദയാവധം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്തെഴുതിയത്. ED അന്വേഷണം തുടങ്ങിയതോടെയാണ് AC മൊയ്തീൻ, PK ബിജു, MM വർഗീസ് എന്നിവരുടെ പങ്ക് പുറത്തായത്. ഇവരെ ചോദ്യം ചെയ്യാൻ പോലും ക്രൈംബ്രാഞ്ച് തയ്യാറായിരുന്നില്ല. മൊയ്തീന്റെയും ഭാര്യയുടെയും പേരിലുള്ള 6 ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്ന് 40 ലക്ഷം രൂപയാണ് ED കണ്ടെത്തിയത്. ഈ പണത്തിന്റെ കൃത്യമായ രേഖകൾ ഹാജരാക്കാൻ കഴിഞ്ഞില്ല. എന്നിട്ടും CPM അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാത്തത് എന്ത് എന്ന ചോദ്യം ബാക്കിയാവുകയാണ്. നേതാക്കളുടെയും കുടുംബാംഗങ്ങളുടെയും അനധികൃത ധനസമ്പാദനം പാർട്ടി വിലക്കിയിട്ടുണ്ട്. അതൊന്നും മൊയ്തീന് ബാധകമല്ല എന്ന് തോന്നും. പണം കണ്ടുകെട്ടിയ നടപടി ഡൽഹിയിലെ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ശരിവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. മൊയ്തീനെതിരെ നടപടിയെടുത്താൽ മുഖ്യമന്ത്രിക്കും മുന്നണി കൺവീനർക്കുമെതിരെ നടപടി വേണ്ടിവരും. ഇതെല്ലാം മുന്നിൽ കണ്ടാണ് EDയെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നെന്ന നരേഷനുമായി CPM രംഗത്തെത്തിയത്. EDയെ BJP ആയുധമാക്കുന്നുവെന്ന പിണറായിയുടെയും MV ഗോവിന്ദ മാസ്റ്ററുടെ ആരോപണം EP ജയരാജൻ തള്ളിക്കളഞ്ഞിരുന്നു. അതിനർത്ഥം കരുവന്നൂരിൽ എന്തോ ചീഞ്ഞു നാറുന്നുവെന്നാണ്. അധികൃതരുടെ ഒത്താശയോടെ പ്രതികൾ ബാങ്കിൽ നിന്ന് വ്യാജ വായ്പ എടുത്ത് പണം തട്ടിയെടുത്തെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. സഹകരണ ബാങ്കിലെ അംഗങ്ങൾ അറിയാതെ ഒരേ വസ്തുവിൽ നിരവധി തവണ വ്യാജ വായ്പകൾ അനുവദിച്ചതായി അന്വേഷണത്തിൽ കണ്ടെത്തി. ബാങ്കിൽ അംഗങ്ങളല്ലാത്ത നിരവധി പേർക്ക് ബിനാമി വായ്പ അനുവദിച്ചു, അതും വർദ്ധിപ്പിച്ച സ്വത്ത് മൂല്യനിർണ്ണയത്തിൽ. ഇപ്രകാരം അനുവദിച്ച വായ്പകൾ പ്രതികൾ തട്ടിയെടുക്കുകയും വെളുപ്പിക്കുകയും ചെയ്തു. വളരെ ആസൂത്രിതമായാണ് തട്ടിപ്പ് നടന്നതെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. കാലങ്ങളായി ഇടതു വലത് മുന്നണികൾ ഇത്തരം തട്ടിപ്പുകൾ നടത്തുന്നതായി BJP ആരോപിക്കുന്നു. എന്നാൽ പരസ്പര സഹായ സഹകരണ സംഘം പോലെ ഇരു കൂട്ടരും കേസുകൾ ഒത്തുതീർപ്പുകയായിരുന്നു പതിവ്. ED വന്നതോടെയാണ് ഈ തട്ടിപ്പ് പുറത്തായത്. 2011 മുതൽ 2012 മുതലാണ് തട്ടിപ്പ് തുടങ്ങിയത്. ഏതാണ്ട് 300 കോടിയോളം രൂപ ഇത്തരത്തിൽ നേതാക്കൾ കീശയിലാക്കി. 2022 തട്ടിപ്പ് പുറത്തായിട്ടും പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് CPM സ്വീകരിച്ചത്. CPM മുൻ പ്രവർത്തകനും ബാങ്ക് ജീവനക്കാരനുമായ MP സുരേഷാണ് പരാതി നൽകിയത്. ഇതിൽ നിന്ന് തട്ടിപ്പിന്റെ ആഴം മനസ്സിലാക്കാം. സഹകരണ വകുപ്പ് അന്വേഷണത്തിൽ 125 കോടിയുടെ ക്രമക്കേടാണ് നടന്നതെന്ന് കണ്ടെത്തിയിരുന്നു. ഇതോടെ 5 പ്രതികളുടെ സ്വത്ത് കണ്ടുകെട്ടിയിരുന്നു. റവന്യൂ റിക്കവറി നടത്താനുള്ള സഹകരണ വകുപ്പ് നീക്കം കോടതി സ്റ്റേ ചെയ്തത് തിരിച്ചടിയായി. അങ്ങനെ എല്ലാം കൊണ്ടും പ്രതികൾക്കും CPMനും അനുകൂലമായ സാഹചര്യം ഉരുത്തിരിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ED കളത്തിലിറങ്ങുന്നത്. പലതരത്തിലുള്ള സമ്മർദ്ദങ്ങളെയും പ്രതിസന്ധികളെയും നേരിട്ടാണ് അവർ അന്വേഷണം നടത്തിയത്. CPMുമായി കേന്ദ്രം ഒത്തുകളിക്കുകയാണെന്ന ആക്ഷേപം പോലും ഒരു ഘട്ടത്തിൽ ഉയർന്നിരുന്നു. അതെല്ലാം വെറും പൊള്ളത്തരമാണെന്ന് വ്യക്തമാക്കുന്നതായിരിക്കും PK ബിജു അടക്കമുള്ള CPM നേതാക്കളുടെ അറസ്റ്റ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.